കുറച്ച് കാലങ്ങൾക്ക് ശേഷം നല്ലൊരു മലയാള മൂവി കാണാൻ പറ്റി. ബത്ലഹേം കുടുംബ യൂണിറ്റ് 100% എന്റർടൈൻമെന്റ് മൂവി. പടത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ചിരിക്കാനുള്ള വകുപ്പ് ഈ പടത്തിലുണ്ട്. ഇതിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, സിമ്പിൾ സ്റ്റോറിയാണ്, പക്ഷെ ഭയങ്കര നല്ല രസമുണ്ട് കാണാന്. ഞാൻ ഈ അടുത്തൊന്നും ഞാൻ അവസാനം വരെ ചിരിച്ചൊരു സീൻ എന്റെ അടുത്ത് നിൽക്കുന്ന ആള് പോലും എന്തൊരു ചിരിയെന്ന് അറിയോ. പടം തിയേറ്റർ മൊത്തം ഈ പടം കണ്ട ഒരാൾക്ക് പോലും ആ പൈസ നഷ്ടമായ ഫീൽ ഒന്നുമില്ല. അമ്മാതിരി പടമാണ്. നീമ്പോളി കാണുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു രസമാണ്. തട്ടച്ചമരത്താണ് ഞാൻ പുള്ളിയുടെ പടം ആദ്യമായിട്ട് തിയേറ്ററിൽ കണ്ട പടം. അത് 3 ആഴ്ചക്ക് ശേഷമാണ് ഞാൻ തട്ടച്ചമരത്ത് തിയേറ്ററിൽ നിന്ന് കാണുന്നത്. അമ്മാതിരി തിരക്കിന് പുള്ളിക്ക് ഈ ഇതുപോലുള്ള സ്റ്റോറികൾ കിട്ടുമ്പോ തന്നെ പുള്ളിയുടെ ആ ഒരു ലുക്കും നല്ല രസമാണ്. അതുപോലെ തന്നെ രസം കാണാൻ അറിയോ. ഇതിൽ ഓരോ ക്യാരക്ടറും ഒന്നിനൊന്നും മെച്ചാണ്. കിട്ടില്ല എന്നാണ്, കിട്ടില്ല, നല്ല രസമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ലൊക്കേഷൻ, ഈ ഫിലിമിന്റെ ലൊക്കേഷൻ കാണാനൊക്കെ നല്ല രസമുണ്ട്. അവിടൊക്കെ വീടായിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചു പോയി. നല്ല ഒരു പ്രകൃതി രമണീയമായ ഒരു ലൊക്കേഷൻസ് ആണ് ഇതിലൊക്കെ ഉള്ളത്. നല്ല രസമാണ് കാണാൻ. ഇതിൽ എടുത്തു പറയേണ്ടത് സുരേഷ് കൃഷ്ണയാണ്. പണ്ട് മലയാള സിനിമയിലൊക്കെ നല്ല വിലത്തരം കാട്ടി നടന്ന മനുഷ്യനല്ലോ. ഇത് ഈ റോളൊക്കെ കാണുമ്പോൾ എന്ത് രസമാണെന്ന് പറയും. പുള്ളി ഓരോ വാക്ക് പറയുമ്പോൾ നല്ല ചിരിച്ചു, തിയേറ്റർ മൊത്തം ചിരിയും. അപ്പൊ ഓണം വിന്നർ നോ ഡൗട്ട് അത് നീമ്പോളി കൊണ്ടുപോയി. എന്ത് രസമാണെന്ന് അറിയോ. നീമ്പോളി നമുക്ക് കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഫീലാണ്. ഇതിൽ ഓരോ ആളുകളും ഓരോ ക്യാരക്ടറും നമുക്ക് എടുത്തു പറയേണ്ടതാണ്. നല്ല ഭയങ്കര ഹ്യൂമറാണ് പടം. നമുക്ക് പടം കണ്ടാ സിനിമക്ക് പോവാന്ന് പറഞ്ഞാല് ആ മതി മറന്ന് നമ്മൾ ആ സിനിമയ്ക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മളിങ്ങനെ ഇഴുകിച്ചേരണം. അങ്ങനെ ഒരു ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞാല് ഇതിന് ഡയറക്ടറിനെ സാധിച്ചിട്ടുണ്ട്. ആരും ഈ പടം മിസ്സാക്കരുത്. തിയേറ്ററിൽ തന്നെ കാണണം. തിയേറ്ററിൽ നിന്ന് കാണാനുള്ള മുതൽ ഈ പടം ഉണ്ട്.